ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ലീഡർ കെ കരുണാകരന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. വിവിധ പോഷക സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ലീഡർ നൽകിയ അതുല്യമായ സംഭാവനകളെ യോഗം അനുസ്മരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് തളനാട്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലത സാനു, നേതാക്കളായ രാജീവ് KS, എൽദോസ് ഐസക്, രാംകുമാർ, ഈശ്വരൻകുട്ടി, സേതുമാധവൻ, സുരേഷ് കുമാർ, രഞ്ജിത്ത്, അഭിഷേക്, ശ്രീനാഥ് എന്നിവർക്കൊപ്പം INTUC പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പുഷ്പാർച്ചനയാണ് അവിടെ നടന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റും വാർഡ് മെമ്പറുമായിട്ടുള്ള നിർമ്മല ചേച്ചിയെ രണ്ട് വാക്കുകളെ സ്വാഗതം. നമുക്കറിയാം 9 അസംബ്ലി മെമ്പർമാരായി നമ്മുടെ അസംബ്ലിയിൽ കയറിയ അദ്ദേഹം ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടാക്കിയ ഒരു നേതാവാണ്. ആ നേതാവിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ ആളുകൾക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം അത്യാവശ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് കൃത്യമായി ഇടപെടാനും അവരെ സംരക്ഷിക്കാനും ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ എടുത്തു കാണപ്പെടുന്ന ഏറ്റവും വലിയ പുരോഗതിയുടെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തത് ലീഡർ ശ്രീ കെ കരുണാകരനാണ്. ആ ലീഡറെ മറക്കാൻ നമുക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ഒരാൾക്കും കഴിയില്ല. നട്ടലോടുകൂടി പ്രസ്ഥാനത്തുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും കാര്യങ്ങൾ ഇരുന്ന സ്ഥലത്തിരുന്ന് കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള ഒരു നേതാവായിരുന്നു. അതുപോലെയുള്ള നേതാക്കന്മാർ വരും കാലങ്ങളിൽ ഉണ്ടായി വരണം. അതിനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. എന്തു തന്നെയായാലും കേരള രാഷ്ട്രീയത്വവും ഇന്ത്യൻ രാഷ്ട്രീയത്വവും ലീഡർ എന്ന് പറഞ്ഞാൽ അത് ശ്രീ കെ കരുണാകരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തെ മറന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ 15ാം ചരമവാർഷികം നമുക്കെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാതൃകാപരമാക്കേണ്ട കാര്യങ്ങൾ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ആദ്യമായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരാളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് അതാണ് നമ്മുടെ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കാലഘട്ടത്തിൽ നേതാക്കന്മാരുടെ അവരവരുള്ള സ്ഥാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത് സ്ഥാനം കിട്ടുക എന്നുള്ളതല്ല നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ പ്രവർത്തകരെ നമ്മൾ എത്രത്തോളം അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ലീഡർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ പ്രസ്ഥാനത്തിന് UDF പ്രസ്ഥാനത്തിന് ഇത്രയധികം വേരോട്ടം ഉണ്ടാക്കിയത് ലീഡർ കെ കരുണാകരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 15ാമത് ചരമവാർഷികം നമ്മൾ ആഘോഷിക്കുക. ഈ വേളയിൽ അദ്ദേഹത്തെ ഓർക്കാനും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്തായാലും നിത്യശാന്തി അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജനപ്രിയമായ പിന്നെ സീനിയറായിട്ടുള്ള രാജകുമാരേട്ടൻ, എൻ്റെ യൂണിയനിലെ നമ്മുടെ ലീഡർ കെ കരുണാകരൻ 15ാമത് വാർഷികം. ലീഡറുടെ സ്മരണ പുതുക്കി പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ പരിപാടികൾ സമാപിച്ചത്. CCV ന്യൂസ്, ചേലക്കര.